നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇതിലേതിലെങ്കിലും ഡെയിലി നമ്മളെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ക്യൂട്ട്സ് ചെയ്തിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കി വെക്കാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേത് ഇമേജിനെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് മോഡലിൽ ആക്കി വെക്കുന്ന ഒരു രീതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാനിവിടെ ഒരു ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാതെ ഏതാ ആപ്ലിക്കേഷൻ എന്താ ഇനി കിട്ടാത്തൊരു ഈ രീതിയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് ഒന്നും വെക്കാത്തത്. അപ്പോൾ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡബിൾ ടാപ്പ് ടു റൈറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. ശേഷം നമ്മളൊരു ക്യൂട്ട് ഇവിടെ എഡിറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിലുള്ള ടിക്ക് ചെയ്യുക. ശേഷം ഇനി നമുക്ക് ഇതിനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇനി വീണ്ടും ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും സൂട്ടബിളായിട്ട് നമ്മളെ ക്യൂട്ടായിട്ട് സൂട്ടബിൾ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് വിടുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ ഇതിനെ ഈ ടെക്സ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ. അത് വേണ്ടവർ ചെയ്യുക. പിന്നെ ഫോണ്ട് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ ഈസി ടു യൂസ് ആണോ എന്നുള്ളതൊക്കെ നോക്കാം. ഇനി ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ടെക്സ്റ്റിന് ഷാഡോ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ഈ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോ വെർഷൻ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. താഴെ വാട്ടർമാർക്ക് ഉണ്ടാവുന്നുള്ളൂ. കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്പ് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞാൽ എഡിറ്റിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ആരോ ഉണ്ട് മുകളിലേക്ക്, അതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് സേവ് ഇമേജ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സേവ് ടെംപ്ലേറ്റോ. ഇനി ആഡ് വാട്ടർമാർക്ക് നമ്മളെ ഇഷ്ടത്തിന് വെച്ച് വാട്ടർമാർക്ക് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മളൊരു ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് ഒരു ഒക്കെ ഞാൻ കൊടുത്തു. ഇനി നമ്മളേതായൊരു വാട്ടർമാർക്ക് കൊടുക്കുക. അത് ഒറിജിനൽ വാട്ടർമാർക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ പ്രോ വെർഷനിൽ പോയിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അത് വേണ്ട. ഇത് എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ വാട്ടർമാർക്ക് ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സേവ് ചെയ്യുക. സേവ് ഇമേജ് ചെയ്തതിന് ശേഷം അലോ കൊടുക്കുക. നേരെ ഗാലറി പോയിട്ട് ആയിക്കോളും. ശേഷം ആഡൊക്കെ വരുന്നത് കാണാം. നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.